അഫാൻ എന്ന് പറയുന്ന 23കാരനായ കൊടും ക്രിമിനലിനെ കേരളക്കര മറന്നിട്ടുണ്ടാവില്ല. എന്താണ് അഫാന്റെ വിഷയത്തിൽ പുതിയ വാർത്ത എന്ന് ചോദിച്ചാൽ, നിരവധി കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് എത്രത്തോളം പുറത്തു വന്നു എന്ന് ഇതുവരെ നമുക്കറിയില്ല. കാര്യങ്ങൾ വിശദമായി കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അഫാൻ എന്ന് പറയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ക്രിമിനലായത് എങ്ങനെയാണ്? ഒറ്റ ദിവസം കൊണ്ട് ക്രിമിനൽ ആയതാണോ? ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താം എന്ന് തീരുമാനിച്ചതാണോ? എങ്ങനെയാണ് ഈ അഫാനും ഉമ്മയായ ഷെമിക്കും 40 ലക്ഷത്തോളം രൂപ കടം വന്നത്? കടം വാങ്ങാനായി നിരന്തരം ബന്ധുവീടുകളിൽ പോയി നാണം കെട്ട് തിരിച്ചു വരുന്നിരുന്ന അഫാനും ഉമ്മയും പിന്നെയും കടം വാങ്ങിക്കൊണ്ടേയിരുന്നു. കാമുകിയായ ഫർസാനയിൽ നിന്ന് പോലും അഫാൻ 100, 200, 50 രൂപ വരെ കടം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ കഷ്ടപ്പാടിന്റെ, ദാരിദ്ര്യത്തിന്റെ, ഇല്ലായ്മയുടെ അവസ്ഥ എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഫാൻ എങ്ങനെയാണ് ഈ കടം വന്നത്? ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഈ കടം വന്നത്? ബാപ്പ 7 വർഷത്തോളം ട്രാവൽ ബാനിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലാണ്. റഹീം എന്ന് പറയുന്ന ബാപ്പയ്ക്ക് നാട്ടിലേക്ക് വരാൻ കഴിയാതെ അദ്ദേഹം അവിടെ കുടുങ്ങിപ്പോയതാണ്, സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ. പിന്നീട് അദ്ദേഹം പലതവണ വരാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. കുടുംബത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അഫാന്റെ തലയിലാണ്. അഫാനാണ് ഇതൊക്കെ നോക്കുന്നത്. ഉമ്മ പലരിൽ നിന്ന് കടം വാങ്ങുന്നു എന്നാണ് അഫാൻ പറയുന്നത്. ഉമ്മയ്ക്ക് ചിട്ടി ഉണ്ടായിരുന്നു, പലരിൽ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങി. ആ പലിശയ്ക്ക് കടം വാങ്ങിയവരെല്ലാം വീട്ടിൽ പണത്തിനായി വന്ന് നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്നു. ഫർസാനയിൽ നിന്നൊരു മാല വാങ്ങി പണയം വെച്ചിരുന്നു. ആ മാല എടുത്തു നൽകണമെന്ന് പറഞ്ഞ ഫർസാനയും നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇതിനിടയിൽ അച്ഛൻ റഹീം, ബാപ്പയായ റഹീം പറയുന്നു, പണം വീട്ടിൽ അയച്ചു കൊടുക്കുമായിരുന്നു. ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത പണം അടയ്ക്കാനായി നാം നൽകിയിരുന്നു, അത് തിരിച്ചടച്ചില്ല. പിന്നീട് അത് പലിശയും കൂട്ടുപലിശയും ഒക്കെയായി ഉയർന്ന തുകയായി. അത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ ആ പണം തിരിച്ചടയ്ക്കാനായി നിരന്തരം വിളിച്ച് ബുദ്ധിമുട്ടിക്കുമായിരുന്നു. മറ്റൊരു ബന്ധുവിൽ നിന്ന് 4 ലക്ഷം രൂപയോളം സ്വർണം വാങ്ങി പണയം വച്ചിരുന്നു. അതിൽ 2 ലക്ഷം രൂപ താൻ അയച്ചു കൊടുത്തു. ആ പണം പോലും അടച്ചിട്ടില്ല. ആ പണം എന്താണ് ചെയ്തത് എന്ന് തനിക്കറിയില്ല. പിന്നീട് ആ ബാപ്പ ഇളയ മകനുമായി സംസാരിക്കാറുണ്ടായിരുന്നു, ഷെമിയുമായി സംസാരിക്കാറുണ്ടായിരുന്നു. ആ ബാപ്പ പറയുന്നത് തൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളയ മകൻ അഫ്സാനെ പൊന്നുപോലെ നോക്കിയിരുന്നത് അഫാനാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്, അവനെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഒരു ബാപ്പ ഇല്ലാത്തതിന്റെ കുറവൊന്നും അവനെ അറിയിക്കാതെ അവൻ അത്രത്തോളം സ്നേഹത്തോടെ വളർത്തിയിരുന്നത് തൻ്റെ മൂത്ത മകനായ അഫാനാണ്. അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നറിയില്ല. ഇപ്പോൾ അതിലൊരു ഉത്തരം ഷെമി പറയുകയാണ്. ഷെമിയെ തലക്കടിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഷെമി. 17 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് ഷെമി തിരികെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലല്ല, ഒരു കെയർ ഹോമിലാണ്. പിന്നീട് ഒരു ചാനൽ അവർക്ക് വീട് നൽകാമെന്നൊക്കെ പറഞ്ഞു. അതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ആ ചാനലിനെതിരെ ഉണ്ടായത്. ഇത്തരം കൊടു ക്രിമിനലിന് എന്തിനാണ് വീട് നൽകുന്നത്? എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് നൽകിക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് ആ സൗദിയിൽ നിന്ന് വന്ന ബാപ്പ ആ ഖബറിടങ്ങളിൽ ഇരുന്ന് നെഞ്ചു പൊട്ടി കരയുന്ന കാഴ്ചയാണ്. പിന്നീട് ഷെമി പറയുന്നു തനിക്ക് മകനെ കാണണം, അത് മകനെ തനിക്ക് വേണം, തനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു, ആ മകനെങ്കിലും തനിക്ക് ഉണ്ടാകണം, അതുകൊണ്ട് മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം എന്നൊക്കെയാണ് ഷെമി വാവിട്ട് അലറിക്കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഷെമിക്ക് മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പലരും സംശയിച്ചു. കാരണം ഉമ്മുമ്മായെയും വലിയാപ്പയും വലിയാപ്പയുടെ ഭാര്യയെയും സ്വന്തം അനുജനെയും കാമുകിയെയും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു മനുഷ്യത്വവും ഇല്ലാതെ അതിക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഈ ഉമ്മ പറയുന്നത് എന്ന് സമൂഹം മുഴുവൻ ചോദിച്ചു. പിന്നീട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ വരുമ്പോൾ പഴയ വാർത്തകൾ മുങ്ങിപ്പോകുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നില്ല. പലതവണ അഫാനെ മൊഴിയെടുക്കാനായി കൊണ്ടുവന്നു. മൊഴിയെടുക്കാൻ കൊണ്ടുവന്നപ്പോഴൊക്കെ ഒരു കൂസലുമില്ലാതെ, പശ്ചാത്താപവുമില്ലാതെ അഫാൻ നീങ്ങുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ജയിലിൽ നിലവിളിച്ചുകൊണ്ട് തനിക്ക് വീട്ടിൽ പോകണം, ഉമ്മയെ കാണണം, ബാപ്പയെ കാണണം എന്ന് പറയുന്നു. ജയിലിൽ കിടന്ന സമയത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് പൊറോട്ട ഇറച്ചിയും വേണം, മീൻ വേണം, ചിക്കൻ വേണം, യൂറോപ്യൻ ക്ലോസറ്റ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാനസിക നിലയിൽ ഒരു തകരാറുമില്ല എന്ന് കൃത്യമായി ഡോക്ടർമാർ വൈദ്യപരിശോധനയിലൂടെ അറിയിച്ചിട്ടും
ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ, ആരെങ്കിലും ഇയാളെ രക്ഷിക്കാൻ വരുമെന്ന് ഈ കൊടും ക്രിമിനൽ വിചാരിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും ചോദിച്ചു. ഇപ്പോൾ അഫാന്റെ അമ്മ പറയുന്നത് 25 ലക്ഷം രൂപയുടെ കടബാധ്യത അഫാൻ ഉണ്ടായിരുന്നു. ഈ കടബാധ്യത വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പലതരം ഓൺലൈൻ ആപ്പുകളിൽ നിന്നുൾപ്പെടെ മകൻ വായ്പ എടുത്തിരുന്നു. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബാധ്യതയുണ്ട്. പണം ആവശ്യപ്പെട്ട് കടക്കാർ തലേ ദിവസവും അന്നും നിരന്തരം വിളിച്ചിരുന്നു. തലേ ദിവസം 50,000 രൂപ ആവശ്യപ്പെട്ട് വീട്ടിൽ അഫാനുമൊത്ത് ബന്ധു വീട്ടിൽ പോയിരുന്നു. എന്നാൽ പണം ലഭിച്ചില്ല. കടം വാങ്ങിയതെല്ലാം ഭർത്താവിനെ അറിയിച്ചിട്ടുണ്ട്. മകനെ കാണാൻ തനിക്ക് താല്പര്യമില്ല എന്ന് നേരത്തെ റഹീം തന്നെ പറഞ്ഞിരുന്നു. ഇത്രയും ക്രൂരത കാട്ടി അവനോട് പൊറുക്കാൻ കഴിയില്ല. ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ കാണാൻ താല്പര്യമില്ല എന്നായിരുന്നു ഫർസാനയുടെ കുടുംബം അറിയിച്ചത്. ഇത്രയും വലിയൊരു ബാധ്യത കുടുംബത്തിനുള്ള കാര്യം തനിക്കറിയില്ലായിരുന്നു. ചികിത്സയ്ക്ക് പണമില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണിപ്പോൾ, ആരും സഹായിക്കാനില്ല. ഇതാണ് റഹീം പറഞ്ഞത്. എന്നാൽ അമ്മ ഷെമി പറയുന്നത്, രാവിലെ ഇളയ മകനെ സ്കൂളിൽ വിട്ട ശേഷം തിരിച്ചു വന്ന് താൻ സോഫയിലിരുന്നു. അപ്പോൾ ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ ഷോൾ കൊണ്ട് കഴുത്തു മുറുക്കി. ഫർസാനയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയി. പിന്നീട് പോലീസ് ജനൽ ചവിട്ടി പൊളിക്കുമ്പോഴാണ് തനിക്ക് ബോധം വന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ സംഭവം മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ പറയുന്നത്. മാത്രമല്ല, ഇത്രയും ക്രൂരത കാട്ടിയ മകനെ കാണാൻ താല്പര്യമില്ല എന്നും ഉമ്മ പറയുന്നുണ്ട്. നേരത്തെ മകനെ കാണണം എന്നൊക്കെയുള്ള വലിയ മുറവിളിയായിരുന്നു അഫാന്റെ ഉമ്മ ഷെമി നടത്തിയത്. എന്നാൽ പിന്നീട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഒരു കൂസലുമില്ലാതെ ഇളയ മകനെ അഫ്സാനെ പോലും ഈ കുഴിമന്തിയൊക്കെ വാങ്ങി ആ കുഞ്ഞ് കഴിക്കാൻ പോലും സമ്മതിക്കാതെ കണ്ണുപോലും ഉള്ളിലേക്ക് പോയി അതിനെ ക്രൂരമായി ആക്രമിച്ചതിൻ്റെ, ചുറ്റിക കൊണ്ട് ആക്രമിച്ചതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത്, പിന്നീട് ഈ ജ്യൂസിൽ ഈ കുഴിമന്തി വാങ്ങിയപ്പോൾ കിട്ടിയ പെപ്സിയിൽ എലിവിഷം കലക്കി കുടിച്ച് ആത്മഹത്യയ്ക്ക് അഫാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് പോലീസ് തന്നെ വ്യക്തമാക്കി, ആന്തരിക അവയവങ്ങളിൽ പോലും എത്തത്തക്ക രീതിയിലുള്ള വിഷാംശം ഇയാളുടെ ശരീരത്തിൽ പോയിട്ടില്ല. അപ്പോൾ മരിക്കണമെന്ന് ഇയാൾക്ക് ആഗ്രഹമില്ലായിരുന്നു. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇപ്പോൾ ജയിലിലൊക്കെ വലിയ രീതിയിൽ, കാരണം എന്താ പറയുക, 3 നേരവും ആഹാരമുണ്ട്, ജോലി ചെയ്താൽ പണം കിട്ടും, പിന്നെ എന്താ പുറത്ത് നിന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ജയിലിനകത്തില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അഫാനും അത്തരത്തിലുള്ള, കാരണം ജയിലിനകത്ത് പോയാൽ ഇപ്പോൾ ഗോവിന്ദചാമിയൊക്കെ പുറത്തു നിന്ന് അകത്തേക്ക് പോയതിന് ശേഷം വലിയ സിനിമാ നടന്മാരെ പോലെയാണ് ഗോവിന്ദസ്വാമിയൊക്കെ ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ പണം കൊണ്ട്, നികുതി പണം കൊണ്ട് ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ആലുവയിലെ 5 വയസ്സുകാരിയെ പിഞ്ചോമനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി. ആ പ്രതിയെ ഇപ്പോൾ കണ്ടാൽ, ആ പ്രതിയെ നേരിട്ട് കണ്ട ആളാണ് ഞാൻ. ആ സമയത്ത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും ഇവനെയൊക്കെ കണ്ടാൽ പട്ടി പോലും വെള്ളം കുടിക്കില്ല എന്ന്. ആ ടൈപ്പിലിരുന്ന ആള് ഇപ്പോൾ കണ്ടാൽ സുമുഖനായി സുന്ദരനായിരിക്കുന്ന ആളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് ജിഷ വധക്കേസിലെ പ്രതിയെ കണ്ടാൽ. അപ്പോൾ ജയിലിനകത്ത് പോയാൽ വായ്പ ചോദിച്ചാരും വരില്ല, പണം ചോദിച്ചാരും വരില്ല, ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തില്ല. അപ്പോൾ കുറേ കാലം ജയിലിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കണമെങ്കിൽ കുറേ പേരെ ഇല്ലാതാക്കണം, ഇങ്ങനെ കൊല്ലണം എന്നൊക്കെ ആരൊക്കെയോ ഈ ചെറുപ്പക്കാരനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയോ സംഘടനയുമായി ഈ ചെറുപ്പക്കാരൻ്റെ ബന്ധമുണ്ട്, ആരെങ്കിലുമൊക്കെ നീ ധൈര്യമായി പോകും, നിന്നെ പുറത്തിറക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. എന്തായാലും അമ്മ ഇപ്പോൾ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ്, ഈ ദുഷ്ടനായ പുത്രനെ ഇനി തനിക്ക് കാണണ്ട.